ഹായ്. അപ്പോൾ ഞാൻ വയറിൻ്റെ ഒരു വർക്കൗട്ടായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അത് ഇതേപോലൊരു ചെയർ എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ കൈ താങ്ങി വെക്കുന്ന മോഡൽ എടുക്കാൻ നോക്കണ്ട. അപ്പോൾ ചെയർ ഇത് നമുക്കൊക്കെ ചെയർ നമുക്ക് ഇരുന്ന് ചെയ്യാൻ സൗകര്യത്തിന് എങ്ങനെ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുക വെച്ചാൽ നമ്മുടെ കാല് നന്നായിട്ട് ഉറപ്പിച്ച് നിലത്ത് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഉയരത്തിൽ മാത്രം ഇരുന്നാൽ മതി. എത്താൻ പറ്റാത്ത രീതിയിലുള്ളതിൽ ഇരുന്ന് ചെയ്യാൻ നോക്കണ്ട കേട്ടോ. കാല് എനിക്ക് കുറച്ചിങ്ങനെ വൈഡാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് കൈയുടെ മുകളിലേക്ക് ഒന്ന് നിങ്ങൾക്ക് ഇങ്ങനെ പിടിക്കാം, അതല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കാം കേട്ടോ. എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് പിടിക്കാവേ. എന്നിട്ട് നന്നായിട്ട് നിവർന്ന് ഇരിക്കുക. എന്നിട്ട് ഇത് എനിക്ക് ഇത് തറയിൽ ടച്ച് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ തറയിൽ ടച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ടച്ച് ചെയ്യാൻ പറ്റാത്തവർക്ക് ഇത് ചെയ്യാണ്ടിരിക്കേണ്ട. ചിലർക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വർക്കൗട്ട് ഇച്ചിരി വയറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടാണ് മെയിനായിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കുറച്ച് ഈ പറ്റുന്ന പോലെ ചെയ്യാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണോ പറ്റുന്നത് അങ്ങനെ ചെയ്തു പോകും. നമ്മുടെ ബോഡിക്ക് ഫ്ലെക്സിബിലിറ്റി നമ്മൾ എല്ലാം അങ്ങനെയാണ്. നമ്മൾ ചെയ്തുണ്ടാകുന്ന ആ ഒരു മാറ്റം കണക്കാണ് നമ്മൾ പിന്നെ നമുക്ക് ഈ ടച്ച് ചെയ്യാൻ പറ്റാത്തതൊക്കെ പിന്നെ നമ്മൾ ടച്ച് ചെയ്യുന്ന തറയിൽ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ടച്ച് ആയിക്കോളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിലൊരു ഇത് വേണ്ട, ചെയ്യാണ്ടിരിക്കേണ്ട. ഇനി എനിക്ക് സൈഡ് ഇരുന്നിട്ട് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് ബോഡിയുടെ ഒരു ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നന്നായിട്ട്. എങ്ങനെയാണ് നമ്മൾ നിവർന്നിരുന്നിട്ട് ചെയ്യുന്നതും നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ അധികം നടു നിവർത്താണ്ടൊക്കെ വരും ചെയ്യും. അപ്പോൾ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ കണ്ടോ, കൈ കുറച്ച് ഇതിങ്ങനെ മുകളിലേക്ക് നല്ലോണം വലിച്ചു പിടിക്കുമ്പോൾ ഈ ഭാഗം കണ്ടോ, നമ്മളെ നടുവിൻ്റെ ഭാഗം കണ്ടോ നന്നായിട്ട് ഇങ്ങനെ വളഞ്ഞിരിക്കുക. അപ്പോൾ കണ്ടോ നിവരമുണ്ടോ. അപ്പോൾ ഇത്രത്തോളം നല്ല രീതിയിൽ നിവർന്ന് വരണം ശരീരം. നിവർന്ന് വരുന്ന ബോഡിയിലാണ് നമ്മൾ കുനിയുമ്പോൾ മർദ്ദം ഉണ്ടാവുക നമ്മുടെ ബോഡിക്ക്. അതായത് ഇങ്ങനെ ഇരുന്നിട്ട് ചെയ്യരുത് കണ്ടോ. ഈ ബോഡി നട്ടലിൻ്റെ ഭാഗം കണ്ടോ അങ്ങനെ വളച്ച് വെച്ചിട്ട് നമ്മൾ കൈയൊക്കെ ഉയർത്തുന്നുണ്ടെങ്കിൽ വളരെ അപ്പോൾ അത് കുറച്ചൊന്നിങ്ങനെ കൈയൊന്നിങ്ങനെ കുറച്ചൊന്ന് പുറകിലേക്ക് പിടിക്കുമ്പോൾ നടുഭാഗം നന്നായിട്ട് നിവർന്നിരിക്കും കേട്ടോ. നമ്മളിങ്ങനെ നിവർന്നിരുന്ന് വളയുമ്പോൾ നമ്മളെ വയറിൻ്റെ ഭാഗത്ത് നമ്മൾ മർദ്ദം കൊടുക്കുക ചെയ്യുന്നത് ശരിക്കും. അപ്പോൾ അതിന് നമ്മൾ നന്നായിട്ട് നിവർന്നിരുന്നിട്ട് വേണം നമ്മൾ പിന്നെയും കുനിയാനായിട്ട്. അപ്പോൾ നമുക്ക് വയറിൽ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെ അവിടുത്തെ മർദ്ദം നമുക്ക് അനുഭവപ്പെടുന്ന മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിൽ 3 വർക്കൗട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് എനിക്ക് നന്നായിട്ട് ബാക്കിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് പിടിക്കുക കേട്ടോ. ചെയറിൻ്റെ വശങ്ങളിൽ പിടിച്ചിട്ട് നന്നായിട്ടൊന്ന് മുന്നോട്ട് നീങ്ങിയിരിക്കുക കേട്ടോ. മുന്നോട്ട് വീഴാണ്ട് നീങ്ങിയിരിക്കുക. എന്നിട്ട് 2 കാലും ഒന്ന് ശ്വാസം പിടിച്ചുകൊണ്ടൊന്ന് ഉയർത്തുക കേട്ടോ. ഈ ശ്വാസം പിടിച്ച് ഉയർത്താൻ വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് കുറച്ചുകൂടെ ഉയർത്താൻ പറ്റും കേട്ടോ. ശ്വാസം വിട്ടുകൊണ്ട് താഴേക്ക് കൊടുക്കുക. അപ്പം ഇതെടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് നടു നിവർത്തി വെച്ച് എടുക്കാൻ നോക്കുക കേട്ടോ മാക്സിമം. അല്ലാണ്ട് ഇങ്ങനെ കൂനി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇതിപ്പോൾ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെയാണ്. നടു നന്നായിട്ട് ഇരുന്ന് വേണം നമ്മൾ പിന്നെ കാലും മുട്ട് ഉയർത്തുമ്പോൾ ഈ വയറ് അങ്ങനെ മടങ്ങാൻ ആ ഒരു ഇത് വരുള്ളൂ. ഓക്കെ, അല്ലാണ്ട് നമ്മൾ കൂനി പിടിച്ചിരുന്ന് തന്നെ ഇത് ചെയ്ത് കഴിഞ്ഞതിൻ്റെ വേറെ കാര്യമൊന്നുമില്ല, വെറുതെ ചെയ്യാന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ടച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ വയറിലുണ്ടാകുന്ന മർദ്ദം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചേഞ്ചാണ് നമ്മുടെ വയറിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മളൊന്ന് ടച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതായിരുന്നാലും ഞാൻ ആദ്യം കാണിച്ചായിരുന്നാലും ഇതായിരുന്നാലും നിങ്ങൾക്ക് ഞാനൊരു 30 ആയിരിക്കും എപ്പോഴും എടുക്കാൻ പറയുക. പക്ഷെ നിങ്ങൾക്ക് 30 എടുക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് 10 പറ്റുന്നുള്ളൂ അല്ലെങ്കിൽ 20 പറ്റുന്നുള്ളൂ, ഓക്കെ അങ്ങനെ എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 3 കാണിക്കുന്നത് 3 ഒരു 10 വെച്ചെടുത്താലും 30 പ്രാവശ്യം ആവുന്നുണ്ട് നിങ്ങൾക്ക് ഓരോന്ന് 10 വെച്ചിട്ട്. അതല്ല നിങ്ങൾക്ക് 20 എടുക്കാൻ പറ്റുമെങ്കിൽ 20 എടുക്കുക, അതല്ല 30 എടുക്കാൻ പറ്റും 30 എടുക്കുക. അപ്പോൾ ഒരു 10 എടുക്കുക, ഒന്നും ബോഡി റിലാക്സ് ആയി കൊടുക്കുക, പിന്നെ 10 എടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ 3ാമത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് നന്നായിട്ട് നിവർന്നിരിക്കുക. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് കൈ ഇതിലിപ്പോൾ 2 ഉയർത്തി വെച്ചിട്ട് കൊടുക്കാം. ഇത് കണക്ക് ഞാൻ കണ്ടോ. അപ്പോൾ കൈ ഉയർത്തി എടുക്കുന്ന നിങ്ങൾക്ക് പാടായിരിക്കും, ചിലർക്ക് പാടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൈ മടക്കി വെച്ചിട്ട് ഇങ്ങനെ എടുക്കാം. ഓക്കെ, എന്താ ഇത് കണക്ക് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ചെയ്ത് നോക്കുമ്പോൾ കംഫർട്ടായിട്ട് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അങ്ങനെ എടുക്കും. കൈ ഉയർത്തി വെച്ചിട്ടാണ്. അപ്പോൾ ഓപ്പോസിറ്റാണ് വരുന്നത് കേട്ടോ. അപ്പോൾ വലത് കൈയാണെങ്കിൽ ഇടത്ത് കാലായിരിക്കും നമ്മൾ നീട്ടുന്നത്, അല്ലാണ്ട് അതാത് കാലിൻ്റെ നേർക്കുന്ന കൈയല്ല, ഓപ്പോസിറ്റാണ് വരുന്നത്. അത് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. കൈ ഓപ്പോസിറ്റാണ് വരുന്നുണ്ടോ കണ്ടോ. അപ്പുറത്തെ കാലിന് ഇപ്പുറത്തെ കൈ അങ്ങനെ വരുന്നത്. അപ്പോൾ അത് ഈ നടു ഇങ്ങനെ ഇതും ചെയ്യേണ്ട കണ്ടോ. ഇതിലിപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കാണിച്ചു തരുന്നത്. നടു നിവർത്തി വയ്ക്കുക, എന്നിട്ട് കാല് ഉയർത്തി കൊടുക്കുക. നടു നിവർത്തി വയ്ക്കുക, എന്നിട്ട് കാല് എപ്പോഴും നമുക്ക് ആ വയറിൻ്റെ ഭാഗം നല്ല ഇത് മർദ്ദം ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ 30 പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ 10 15 അല്ലെങ്കിൽ 20 ആക്കി നിങ്ങൾക്ക് നിർത്താം. നിങ്ങൾക്ക് വയറിന് വേണ്ടി ചെയ്യുന്ന എല്ലാ വീഡിയോസിലും നമ്മൾ വയറിനോട് ഒരുപാട് വീഡിയോ ഇടുന്നു. അതൊക്കെ നിങ്ങൾക്ക് ഓരോ എണ്ണം വെച്ചിട്ടങ്ങ് ചെയ്യാം. അപ്പോൾ നമ്മളെല്ലാം
അറിയാലോ നമ്മളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റേത് റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ എടുക്കാൻ എളുപ്പമാണെന്ന് തോന്നുന്ന അത് ചൂസാക്കി നിങ്ങൾക്ക് ചെയ്യാം. മറ്റുള്ള വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ വേറെ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതും ചെയ്യാം. ഒത്തിരി എണ്ണം നമ്മൾ എടുത്ത് ഇങ്ങനെ ചെയ്യണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചെയർ വർക്കൗട്ട് ഒത്തിരി ഉണ്ട് നമ്മൾ വയറിന് വേണ്ടി എടുക്കുന്നത്. ഇതിലിപ്പോൾ ഒരു 3 കാണിച്ചിട്ടുള്ളൂ. പിന്നെ അതേപോലെ സ്റ്റിക്ക് വർക്കൗട്ട് ഞാനിപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര എഫക്റ്റുള്ള വർക്കൗട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, സപ്പോർട്ടിന് ഒത്തിരി 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 നന്ദിയുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓക്കെ, ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.